അനധികൃതമായി ഒരു വിദേശി പോലും രാജ്യത്ത് തങ്ങാത്ത ഒരു കാലം, അതാണ് സൗദി സ്വപ്നം കാണുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പും ആ ലക്ഷ്യം മുൻനിർത്തിയാണ്. ലുലു വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉപജീവനം തേടുന്ന മണ്ണാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പിൻ്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടതും ഇന്ത്യക്കാർക്ക് തന്നെയാണ്. ആയിരങ്ങളാണ് അനധികൃതമായി സൗദിയിലുള്ളത്. എന്നാൽ ഇവരെ നിയമാനുസൃതമാക്കാൻ സംഘടനകളും അതോടൊപ്പം തന്നെ നയതന്ത്ര കേന്ദ്രവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുണ്ടാകുമോ? ഇതാണ് ചോദ്യം. സൗദി അറേബ്യയിൽ വീണ്ടും പ്രവാസികൾക്ക് കാരുണ്യത്തിന്റെ നാളുകൾ. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ മടങ്ങാൻ മറ്റൊരു പൊതുമാപ്പ് പ്രഖ്യാപനം കൂടി. സൽമാൻ രാജാവിന് കീഴിൽ ആദ്യമായി നടപ്പാക്കുന്ന പൊതുമാപ്പ്. 1 കോടിയോളം വരുന്ന സൗദിയിലെ പ്രവാസി സമൂഹം, അവർ ഏറെ ആഹ്ലാദത്തോടെയാണ് കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫിന്റെ പ്രഖ്യാപനത്തെ വരവേറ്റത്. പല കാരണങ്ങളാൽ നിയമാനുസൃത രേഖയ്ക്ക് പുറത്തായവർ, അവർക്കുള്ള അവസാന അവസരമാണ് സൗദിയുടെ ഈ പ്രഖ്യാപനം. സ്പോൺസർമാർ ഹുറൂബാക്കിയവർക്കും നാട്ടിലേക്ക് മടങ്ങാൻ 3 മാസത്തെ സാവകാശം. മുൻകാല പൊതുമാപ്പിൽ നിന്നും ഇപ്പോഴുള്ളതിന്റെ പ്രധാന സവിശേഷതയും അതാണ്. ഇത്തവണത്തെ ഈ പൊതുമാപ്പിന്റെ ഒരു പ്രത്യേകത, യാതൊരു ശിക്ഷയും ഏറ്റുവാങ്ങാതെ തിരിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് രേഖകൾ ശരിയാക്കി വീണ്ടും ജോലിക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. ഇതൊരു വലിയ ഒരു കാരുണ്യമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ സന്നദ്ധരാവേണ്ടതുണ്ട്. കാരണം ഇനിയൊരു വഴി, ഈ ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാർ മാത്രമല്ല, ഇങ്ങനെ നിയമം ലംഘിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിമിനലുകളായി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ 1 വർഷം മാത്രം 3 ലക്ഷത്തോളം പേരാണ് ഹുറൂബായത്. ഇതിൽ 50,000 പേർ വീട്ടുജോലിക്കാർ. മൊത്തം 6 ലക്ഷത്തിലധികമാണ് ഹുറൂബായവരുടെ കണക്കെന്നാണ് സൂചന. എന്തായാലും ഒന്നുറപ്പ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇക്കുറി പൊതുമാപ്പിന്റെ പ്രയോജനം ലഭിക്കും. നിയമലംഘകരില്ലാത്ത രാജ്യം, അതാണ് സൗദിയുടെ സ്വപ്നം. ആ ദിശയിലാണ് നടപടികൾ. 3 മാസത്തിനു ശേഷവും നിയമലംഘകരായി കഴിയുന്നവരെ കുറ്റവാളികളായി കണക്കാക്കും. അതുകൊണ്ടുതന്നെ ഇത് മികച്ച അവസരമാണ്. പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മുൻകാലങ്ങളിലെ പൊതുമാപ്പിൽ പല കാര്യങ്ങളും നമ്മൾ പിഴ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷക്കെല്ലാം വിധേയമാക്കിക്കൊണ്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറി അത്തരം യാതൊരു സംഗതികളുമില്ല. എല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും. അനധികൃതമായി തങ്ങുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാനുള്ള തിടുക്കത്തിലാണ് എംബസിയും കോൺസുലേറ്റും. അതിന് പിന്തുണയേകി സന്നദ്ധ പ്രവർത്തകരും എണ്ണമറ്റ പ്രവാസി സംഘടനകളുമുണ്ട് കൂടെ. ഒരുപാട് പേരുടെ കണ്ണീരിന് ഒരു അറുതി വരാനുള്ളൊരു ചാൻസാണ്. നിരവധി പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റൂബിൻ്റെ ആളുകൾ എപ്പോഴാണ് ഈ വാർത്ത വരിക എന്ന ആകാംക്ഷയോടെ കാത്തിരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വാർത്ത പ്രവാസി സമൂഹത്തിന് ഈ വർഷം ലഭിച്ച ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നു. പൊതുമാപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു. പ്രായോഗിക നടപടികൾക്കുള്ള കാത്തിരിപ്പിലാണ് നയതന്ത്ര കാര്യാലയങ്ങൾ. ഒറ്റ ഇന്ത്യക്കാരനും സൗദിയിൽ അനധികൃതമായി തങ്ങരുതെന്ന നിർബന്ധം കൂടിയുണ്ട് നയതന്ത്ര കേന്ദ്രങ്ങൾക്കും പ്രവാസി കൂട്ടായ്മകൾക്കും. ഈ നിയമലംഘകരായിട്ടുള്ള പല ആളുകളും തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോലും ചെന്നുപെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരായ ആളുകളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എംബസിയിലെ മിഷൻ ഈ അവസരത്തിൽ കൂടുതൽ ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശുഷ്കാന്തി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരള സർക്കാരും ഈ വിഷയത്തിൽ മലയാളികളുടെ ആളുകൾക്കിടയിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു അവസരമാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ച് അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2013 പ്രഖ്യാപിച്ച നിതാക്കാത്ത ഇളവുകാലവും ഏറെ ഗുണം ചെയ്തു.
25 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് രേഖകൾ നിയമാനുസൃതമാക്കിയത്. പിഴയൊടുക്കാതെ 1.5 ലക്ഷത്തോളം പേർ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഇതൊന്നും ഗൗനിക്കാത്ത ചിലരുണ്ട്. പൊതുമാപ്പിന്റെ ആനുകൂല്യം പോലും വകവെക്കാത്തവർ. അവരെ വിടില്ലെന്ന് തന്നെ സൗദി വ്യക്തമാക്കുന്നു. റമദാന് ശേഷം കർശന പരിശോധന ഉറപ്പാണ്. അനധികൃതമായി തങ്ങുന്നവരെക്കുറിച്ച് വിവരം നൽകുന്ന സ്വദേശികൾക്ക് പാരിതോഷികം നൽകും. നിയമവിരുദ്ധരെ പിടികൂടാൻ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കും. അതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും റെഡിയായി. എന്നാൽ പൊതുമാപ്പിനെക്കുറിച്ച് ധാരണ പോലുമില്ലാതെ കഴിയുന്ന കുറെ ഇന്ത്യക്കാരുണ്ട്. 1997, 2013 വർഷങ്ങളിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കഴിഞ്ഞു മാത്രം അതേക്കുറിച്ച് വിവരം തിരക്കി വന്ന നിരവധി പേരുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. മരുഭൂമിയിലും ഉൾപ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യക്കാരായ സാധാരണ മനുഷ്യർ. അവരെ കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. ഒരുപാട് പേർ ഉൾപ്രദേശങ്ങളിൽ കഴിയുന്നുണ്ട്. അവരിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് കുടുംബങ്ങളായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ തന്നെ ഉണ്ടാകും. അവരെ നമുക്ക് നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം പ്രധാനമായിട്ടും ഇത്തവണ പ്രവാസികളായിട്ടുള്ള സംഘടനകൾ ഊന്നൽ നൽകേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നഗരങ്ങളിൽ ഒട്ടേറെ സംഘടനകളുണ്ട്. നഗരങ്ങളിൽ നമ്മുടെ സന്ദേശം എത്താൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒത്തൊരുമയും ആസൂത്രണവും അതാണ് ഇനി അടുത്ത 3 മാസങ്ങളിൽ ആവശ്യം. എങ്കിൽ മാത്രമേ ലക്ഷ്യം നേടാൻ കഴിയൂ. അനധികൃതമായി തങ്ങുന്നവരും യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ ആർക്കും അവരെ ഇനി രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ലുലു വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.